ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതിന് ശേഷം അവരുടെ ചടങ്ങ് കഴിഞ്ഞ് അവർ പോകുന്നു. അതിനുശേഷം സോണിയാഗാന്ധി പാർലമെൻറ്റിന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു, പാവം സ്ത്രീ ക്ഷീണിച്ചു പോയി. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ സോണിയാഗാന്ധി അല്ലെങ്കിൽ ആ കുടുംബം ആ രാജാധികാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നില്ല, അല്ലെ അവരുടെ ചിന്താഗതികൾ ഇപ്പോഴും മാറി വരുന്നില്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതിന് നമ്മൾ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കാണുന്നതിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ദില്ലി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു AAP. അപ്പോൾ ദില്ലിയിൽ ഇപ്പം പ്രധാനപ്പെട്ട മത്സരരംഗത്തുള്ളത് ആം ആദ്മി പാർട്ടി, BJP, കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി എന്നുള്ളത് രണ്ടായിട്ട് പിളർന്നു അവിടെ. അപ്പോൾ അവിടെ കെജ്രിവാൾ പറയുന്നത് BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് വേറിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും BJPക്ക് എതിർചേരി വീഴേണ്ട വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നുണ്ട് അവിടെ. അപ്പോൾ ഇന്നലത്തെ ഈ സോണിയാഗാന്ധിയുടെ പ്രസ്താവനയും കൂടെ വന്നതോടുകൂടി, അല്ലെങ്കിൽ രാഷ്ട്രപതിയെ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതിന് ശേഷം രാഷ്ട്രപതിയെ പാവം സ്ത്രീ പ്രയോഗം, അത് ശരിക്കും പറഞ്ഞാൽ BJPക്ക് വീണ് കിട്ടിയ ഒരു ബമ്പർ ലോട്ടറിയാണ്. കാരണം ഇനിയിപ്പം 4 ദിവസമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. 4 അല്ല, ഇനിയിപ്പം പരസ്യപ്രചാരണം 2 ദിവസം കൊണ്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോണിയാഗാന്ധിക്ക് എത്ര തന്നെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് വിപരീതമായിട്ടേ വരുള്ളൂ. കാരണം ഈ BJPയെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷനുകൾ, ഇപ്പം മോഡിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി 2014 തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളാണ് BJPയെ ഏറ്റവും കൂടുതൽ ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ അവർ സഹായിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ്. ഉദാഹരണത്തിന് രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് എല്ലാവരും അംഗങ്ങളെല്ലാവരും തന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഭരണഘടനയുടെ സംരക്ഷകരാണ് എന്ന് ഉള്ള ഒരു ബോധം വളർത്തിയെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ആ ഒരു ക്യാമ്പയിനിലൂടെയാണ് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് BJP സ്വാഭാവികമായിട്ടും ഭരണഘടനയിൽ ഊന്നി അവർ വളരെ വിദഗ്ധമായിട്ടത് ആ ഒരു ക്യാമ്പയിനെ പോലെ ഒരു കോൺഗ്രസിൻ്റെയും അടിച്ചുമാരുന്നതിനും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഭരണഘടനയുടെ ഒരു പവിത്രത എന്ന് പറയുന്നത് അതിൻ്റെ ചില സ്ട്രക്ചറിനെയും ആ സ്ട്രക്ചർ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സംഗതികളെയൊക്കെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രാഷ്ട്രപതി ഇപ്പോൾ രാജ്യത്തിൻ്റെ പിന്നെ എന്താ പറയുക, ഒരു പ്രഥമ പൗരയായിട്ടിരിക്കുന്ന സ്ഥിതിക്ക് എൻ്റെ ഗവൺമെൻറ്റിനെ പറയാൻ പറ്റുള്ളൂ. അതെ, സ്വാഭാവികമായിട്ട് എഴുതി കൊടുക്കുന്നത് അത് വായിക്കുന്നതാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ BJP RSSൻ്റെ ബാല്യകാലം മുതൽ RSS നേതാവായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹം ഇടതുപക്ഷ ഗവൺമെൻറ് എഴുതി കൊടുത്ത പ്രസംഗം അതേപടി വായിച്ചു. അതൊക്കെ ചില മര്യാദകളാണ്. അപ്പോൾ ഈ നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ മര്യാദകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇതിനെ എതിർത്ത് സംസാരിക്കാനായിട്ടാണ് നന്ദിപ്രമേയ ചർച്ച വരുന്നത്. എല്ലാവർക്കും അവസരം ഉണ്ടാവും. അപ്പോൾ അവിടെ വേണമെങ്കിൽ വിധം സംസാരിക്കാം. മറിച്ച് ഇന്നലെ ഈ ഒരു ഇത് നടത്തിയത് ഈ ഭരണഘടന എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് സോണിയാഗാന്ധി നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പം ദ്രൗപദി മുർമു എന്ന് പറയുന്ന വ്യക്തിയല്ല നമ്മളെ സംബന്ധിച്ചിട്ട് പ്രാധാന്യം അറിയിക്കുന്നത്. ആ ദ്രൗപദി മുർമു വഹിക്കുന്ന പൊസിഷനാണ്, പദവിയാണ്, രാഷ്ട്രപതിയാണ്. അപ്പോൾ ആ രാഷ്ട്രപതിയെ നമ്മൾ അത് വഹിക്കുന്ന വ്യക്തിയെയും ബഹുമാനിക്കണം, ആ രാഷ്ട്രപതി സ്ഥാനത്തെയും ബഹുമാനിക്കണം. പാർലമെൻറ്റ് ഇന്നലെ വന്ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് ദ്രൗപദി മുർമു അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അപ്പോൾ ആ ഇന്ത്യൻ രാഷ്ട്രപതിയെ ഭരണഘടനയും നമ്മുടെ ഒരു ജനാധിപത്യ സംസ്കാരവും അനുസരിച്ചിട്ട് രാഷ്ട്രപതിയെ കാണുന്നതിന് പകരം സോണിയാഗാന്ധി ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കണ്ടത്. അവരെ പാവം സ്ത്രീ എന്നുള്ളൊരു പ്രയോഗമാണ് നടത്തിയേക്കുന്നത്. അപ്പം ആ ഒരു കാഴ്ചയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അവരെ വളരെ വ്യക്തിപരമായിട്ട് കാണുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ടവറിങ് ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു രാഷ്ട്രപതിയെങ്കിൽ ഒരു പാവ മനുഷ്യന് പറയില്ല, പേടിച്ചേനെ പറയില്ല. അതേപോലെ തന്നെ വേറൊരു സ്ത്രീ
ഇത്തിരി കൂടെ പവർഫുൾ ആണെന്ന് തോന്നുന്നൊരു സ്ത്രീ ആയിരുന്നെങ്കിലും പറയൂ, പറയില്ല. അപ്പോൾ ഇതൊരു സോഷ്യൽ സൈക്കോളജി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവരൊരു പക്ഷേ ഈ ഒരു പിന്നെ ഗോത്ര വിഭാഗത്തിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ അവർ 1 മണിക്കൂർ സംസാരിച്ച പാവം സ്ത്രീ ക്ഷീണിച്ചു പോയി. പക്ഷെ അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇവരെങ്ങനെയാണ് വന്നതെന്നൊക്കെയുള്ളത്. വെറുതെ ഒരു ട്രൈബൽ വിഭാഗത്തിൽ ജനിച്ചതുകൊണ്ട് ഇവർ ഈ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിപ്പെടുമോ? അവരുടെ ചരിത്രം നോക്കണ്ടേ? അതെ. അപ്പോൾ ഇന്നലെ പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ആരുടെ കയ്യിലെ ആയുധം കിട്ടിയിരിക്കുന്നത്? BJP. ഉടനെ തന്നെ രാഷ്ട്രപതി ഭവൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസ്താവന ഇറക്കുന്നത്. രാഷ്ട്രപതി ഭവൻ ആ പ്രസ്താവനയിൽ അതിവിദഗ്ധമായ ഒരു വാചകം എഴുതി ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഷകളുടെ പ്രൊനൗൺസിയേഷനും ഉച്ചാരണവും ശൈലി വ്യത്യാസവും ഒക്കെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഞാൻ ക്ഷീണിതയായി പോയി എന്ന് തോന്നുന്നത്. കാരണം സോണിയാഗാന്ധി, അത് മനസ്സിലായില്ലേ? അപ്പം വളരെ വ്യക്തമായിട്ട് ആ രാഷ്ട്രപതി ഭവൻ സ്വാഭാവികമായിട്ടും ഇറക്കുന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാമല്ലോ. അതും ഈ ഡൽഹി തെരഞ്ഞെടുപ്പാണ് പശ്ചാത്തലം എന്ന് ആലോചിക്കണം. വളരെ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി മോഡി അത് ഏറ്റെടുത്തു. ട്രൈബൽസിനെയും പിന്നോക്ക വർഗ്ഗക്കാരെയും സ്ത്രീകളെയും ആക്ഷേപിച്ചു, രാഷ്ട്രപതിയെ ആക്ഷേപിച്ചു എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ അവർ കുടുംബസമേതം മുഴുവൻ വന്ന് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണോ അവർ കണ്ടത്? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞത് ഇത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഇന്ത്യയിലെ ഒരു നിലനിൽപ്പിൻ്റെ ശേഷിയാണ് കാണിക്കുന്നത്. കാരണം ഇന്നലത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ജനങ്ങളെയാണ് മുമ്പിൽ കാണുന്നതെങ്കിൽ, ഇപ്പോൾ നന്ദിപ്രമേയ പ്രസംഗം ശ്രദ്ധിച്ചിട്ട് ഈ കാലത്തിനോട് എങ്ങനെ ഈ സർക്കാർ പ്രതികരിക്കുന്നു, ഇന്ന് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ എന്താണ്, നിങ്ങൾ ഇന്ത്യയിലെ യുവാക്കൾക്കും പിന്നെ യുവജനതയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷ കൊടുക്കുമെന്ന് പറയുന്നു, ഇന്ത്യ പിന്നെ ഗ്ലോബൽ ഫോഴ്സ് ആവുമെന്ന് പറയുന്നു, ഇന്ത്യ എത്ര ശതമാനമാണ് GDP-യുടെ എത്ര ശതമാനമാണ് റിസർച്ചിന് R&Dക്ക് മാറ്റിവെക്കുന്നത്, ഇന്ത്യ 0.6% മാറ്റിവെക്കുന്നത്, മനസ്സിലാക്കണം. ചൈന 6% വരുമ്പോൾ ഇന്ത്യ ഏകദേശം 0.06% അതിനുശേഷമാണ് US പോലും വരുന്നത്. US 4% മാത്രമേ GDP മാറ്റിവെക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ആലോചിക്കുകയാണ് നിങ്ങൾ. അങ്ങനെയുള്ള ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അതേപോലെ ഈ കാലത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, സാമ്പത്തിക സ്ഥിതി എങ്ങനെ മാറി വരുന്നു, അതേപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ ഇവർ പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങൾ എന്ത്, അങ്ങനെ ജനമാണ് മുമ്പിൽ വരുന്നതെങ്കിൽ ഒരിക്കലും സോണിയാഗാന്ധിക്ക് ഈ ദ്രൗപദി മുർമുവിനെ കാണാൻ പറ്റത്തില്ല. ഒരു ദ്രൗപദി മുർമു എന്ന നമ്മുടെ രാഷ്ട്രപതി വായിച്ച ആ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അംശങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് രാഷ്ട്രീയം വരേണ്ടത്. ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യ ദീർഘകാലം 6-7 പതിറ്റാണ്ടോളം അല്ലെങ്കിൽ 6 പതിറ്റാണ്ടോളം ഭരിച്ചൊരു പാർട്ടിയുടെ നേതാവാണ് എന്നാലോചിക്കണം നമ്മൾ. അപ്പോൾ അതാണ് ഇന്ന് കോൺഗ്രസ് നേരിടുന്ന അപജയം എന്ന് പറയുന്ന സാധനം. അതാണ് അവരുടെ മക്കൾക്കും അതിന് കഴിയുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വർഷം ബെൽഗാവി സമ്മേളനം അനുസ്മരിക്കുകയാണ് കോൺഗ്രസ്. എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്? അതായത് 1924 മഹാത്മാഗാന്ധി അധ്യക്ഷം വഹിച്ച ഏക കോൺഗ്രസ് പ്രവർത്തക സമിതിയായിരുന്നു ബെൽഗാവിയിൽ നടന്നത്. അപ്പോൾ അതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് എന്തുകൊണ്ടാണ് ആ ബെൽഗാവി സമ്മേളനം വളരെ ചരിത്ര പ്രാധാന്യം അർഹിച്ചത്? കാരണം ആ സമ്മേളനത്തിൽ മുഴുവൻ ചർച്ച ചെയ്തതും അവിടെ ജനങ്ങൾ സംസാരിച്ചതും മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ ജനതയെ മുൻനിർത്തിയുള്ള സംഭാഷണമായിരുന്നു. മറിച്ച് 2024 KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ബെൽഗാവി സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത് ഇന്ത്യൻ ജനതയാണോ അവരുടെ മുൻപിൽ, അതോ എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിന് വേറിട്ടുണ്ടാക്കി ഭരണം പിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി നേട്ടം കൊയ്യുക എന്നുള്ളതാണ്? പോയില്ലേ? ഇവിടെയാണ് ഈ രാഷ്ട്രീയം വേർതിരിയുന്നത്. ഇതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നതിനോടും കോൺഗ്രസിൻ്റെ വാക്കുകൾക്കും ജനങ്ങൾ കാതു കൊടുക്കാത്തത്. ഇത് വളരെ വിദഗ്ധമായിട്ട് സിറ്റുവേഷൻസിനെ വീണ് കിട്ടുന്ന സാഹചര്യങ്ങളെ അതിമനോഹരമായി മുതലെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് BJP.
അതിപ്പോൾ ഡൽഹി ഇലക്ഷനിൽ ഇത് കാണാൻ പോവുകയാണ്. ഇപ്പോൾ ഡൽഹി ഇലക്ഷനിൽ 2 കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രംഗത്തിറങ്ങും. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു BJP സഹായിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതൃത്വമാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമുണ്ട് എന്നൊരു രാഷ്ട്രീയ ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിരുപാധികം AAPക്ക് പിന്തുണ കൊടുത്തിട്ട് ആ കക്ഷിയെ മുന്നണി നിർത്താനുള്ള രാഷ്ട്രീയമായ നിലപാടെടുക്കേണ്ടത്. പക്ഷേ AAPക്ക് താല്പര്യമില്ല കോൺഗ്രസിനെ കൊണ്ട്. ഇവരുടെ പ്രശ്നം കേരളത്തിലെ MP-മാരുടെ മുമ്പിൽ നിന്നാണ് സോണി ഇത്തരം ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ പിന്നീട് പ്രിയങ്ക വന്നിച്ച് പറഞ്ഞു അങ്ങനെയല്ല, സോണിയ പറഞ്ഞതിൽ വേറെ രീതിയിൽ മാധ്യമങ്ങൾ വളച്ചൊടിക്കാം. അപ്പോൾ ശരിക്കും ഈ ദ്രൗപദി മുർമുവിൻ്റെ ഓഫീസ്, അതായത് രാഷ്ട്രപതി ഭവൻ ഒരു വടിയെടുത്തപ്പോഴത്തേക്ക് ഇനി സോണിയ ജയിലിലേക്ക് പോകുമെന്നുള്ളൊരു പേടി അല്ലേ? കാരണം ഇന്ത്യയിലെ പ്രഥമ പൗരയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. BJP വളരെ കൃത്യമായിട്ട് കാർഡിറക്കി കളിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും കോൺഗ്രസ് പേടിച്ചില്ലേ? ശരിക്കും പേടിക്കുന്നത് വെച്ചാൽ അവരുടെ പിന്നെ സോണിയാഗാന്ധി ചിലപ്പോൾ ഒരു പക്ഷേ ജയിലിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ BJP ആ ഒരു വിഡ്ഢിത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ 2 ദിവസം സോണിയെ പിടിച്ച് ജയിലിട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇനി അതല്ല. ഈ ഭരണഘടന രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ഭരണഘടന ഫാസിസത്തിനെതിരെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ഭരണഘടനയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയാനുള്ള ആ വോയിസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് കഴിഞ്ഞു പോയി. രാഷ്ട്രീയമായിട്ട് ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് സോണിയാഗാന്ധിക്ക് കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദോഷം എന്നുള്ള സ്ഥാനം അതാണ്. അതോടൊപ്പം തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ BJP ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ പാപഭാരവും കൂടി സോണിയയുടെ തലയിലേക്ക് വരും. അപ്പോൾ ഇതാണ് രാഷ്ട്രീയത്തിൽ. ഇപ്പം ഇതുകൊണ്ടാണ് പറയുന്നത് നേതൃത്വം എന്ന് പറയുന്ന സംഗതി ഏതെങ്കിലും രീതിയിൽ എത്തേണ്ടതല്ല. അവിടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടും പിന്നെ ചിന്തകളും ജനത്തെക്കുറിച്ചുള്ള ചിന്തകളും അനുഭവ സമ്പത്ത് ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ്. മനസ്സിലായല്ലേ? അപ്പോൾ അതിൻ്റെ അഭാവമാണ് കാണുന്നത്. അതിൻ്റെ അഭാവമാണ് കോൺഗ്രസിൻ്റെ ഈ അവസ്ഥ. ആ അവസ്ഥയെ വളരെ വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നതാണ് ഇപ്പം സോണിയാഗാന്ധിയുടെ ആണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആണെങ്കിലും പ്രിയങ്കയുടെ ആണെങ്കിലും അവസ്ഥ. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കളൊരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അതിന് ഉത്തരവാദിത്വം വേണം. ഇപ്പോൾ ഈ പ്രസംഗം ഒന്ന് ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ഉന്നയിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിനവർക്ക് സാധിക്കുന്നില്ല. മറിച്ച് മോദിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഏക ലക്ഷ്യത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവരുടെ ആ ഒരു കാഴ്ച തന്നെ മാറിപ്പോയി. വെറും ഒരു വ്യക്തി വിരോധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ആ പാവം സ്ത്രീയെ കൊണ്ട് ഇത്രയും വായിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സാധാരണ എന്താ പറയുക, ഒരു കവലയിൽ ആരെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന ഒരു കമൻറ്റിൻ്റെ നിലവാരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതയായ അധ്യക്ഷയ്ക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇനി ഇത് സംബന്ധിച്ചുള്ള തുടർ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ കൊഴിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.